കോളേജുകളിലും സ്കൂളുകളിലും അധ്യാപകർക്ക് ലഭിക്കുന്ന വേതനവുമായി താരതമ്യം ചെയ്യുമ്പോൾ അംഗൻവാടികളിലെ വർക്കർമാരും ഹെൽപ്പർമാരും ഏറ്റവുമധികം ജോലിഭാരം സഹിക്കുന്നവരാണെന്നും, എന്നാൽ അതിനനുസരിച്ചുള്ള വേതനം ഇവർക്ക് ലഭിക്കാത്തത് വളരെ സങ്കടകരമാണെന്നും അഡ്വക്കേറ്റ് സജി ജോസഫ് MLA 2024-25 സാമ്പത്തിക വർഷത്തിലെ MLAയുടെ പ്രത്യേക വികസന നിധിയിൽ നിന്ന് ശ്രീകണ്ഠപുരം മുനിസിപ്പാലിറ്റിയിലെ 34 അംഗൻവാടികൾക്കായി പുതുതായി അനുവദിച്ച കിടക്കകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇരിക്കൂർ നിയോജകമണ്ഡലത്തിലെ 268 അംഗൻവാടികൾക്ക് കുട്ടികൾക്ക് ആവശ്യമായ കിടക്കകൾ നൽകുന്നതിന് വേണ്ടിയാണ് നമ്മളൊരു പദ്ധതി ആവിഷ്കരിച്ചത്. നമ്മുടെ ബഹുമാനരായിട്ടുള്ള അംഗൻവാടി ടീച്ചേഴ്സ് വളരെ പ്രത്യേകമായി താല്പര്യപ്പെട്ടത് പ്രകാരമാണ് ഇത്തരത്തിലൊരു പദ്ധതി ഏറ്റവും വ്യത്യസ്തമായിട്ട് നമ്മൾ ആലോചിച്ചത്. നമ്മുടെ നിയോജകമണ്ഡലത്തിൽ 2575 കുട്ടികളാണ് പഠിക്കുന്നത്. അവർക്ക് വേണ്ടി 657 കിടക്കുകളാണ് നമ്മൾ MLA ഫണ്ടിൽ ഇതിനു വേണ്ടി ലഭ്യമാക്കിയിട്ടുള്ളത്. ശ്രീകണ്ഠാപുരം നഗരസഭയിൽ 34 അംഗൻവാടികൾ, 300ഓളം കുട്ടികൾ, അവർക്കുള്ള 77 കിടക്കുകളാണ് ഇവിടെ ഇന്ന് നമ്മൾ വിതരണം ചെയ്യുന്നത്. സംസ്ഥാന ഗവൺമെന്റ് അംഗൻവാടി കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള പദ്ധതികൾ തുടങ്ങാൻ വേണ്ടി പ്രത്യേക അനുമതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് കയർഫെഡിൻ്റെ സർക്കാരിൻ്റെ തന്നെ സ്ഥാപനമാണ്, സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ സ്ഥാപനമായ കയർഫെഡ് മുഖേനയാണ് നമ്മൾ ഈ കിടക്കകൾ ലഭ്യമാക്കിയിട്ടുള്ളത്. സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനമാണ് കയർഫെഡ്. മാത്രമല്ല ഏറ്റവും നിലവാരമുള്ള കിടക്കകളാണ് കയർഫെഡ് നിർമ്മിക്കുന്നതും വിപണനം ചെയ്യുന്നതും. അതുകൊണ്ട് തന്നെ വളരെ സുതാര്യമായി തന്നെ സർക്കാരിൻ്റെ തന്നെ സ്ഥാപനത്തിൽ നിന്നും വാങ്ങി നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷകരമാണ്. ഇത് വളരെ വലിയ ഫണ്ടൊന്നും അതിൽ ഏറ്റവും നിർണായകമായ പങ്ക് അവരാദ്യമായി ലോകത്തെ കാണുന്ന, സമൂഹത്തെ കാണുന്ന, വ്യത്യസ്തങ്ങളായിട്ടുള്ള സാമൂഹ്യ സാഹചര്യങ്ങളെ കാണുന്ന അവരുടെ പുതിയൊരു ലോകത്തേക്ക് കടന്നു പോകുന്ന അംഗൻവാടികളിലാണ്. അംഗൻവാടികളിലെ നമ്മുടെ ടീച്ചർമാരും വർക്കർമാരും നടത്തുന്ന, ഹെൽപ്പർമാരും നടത്തുന്ന സേവനങ്ങൾ, അതിന് സമാനതകളില്ലാത്തൊരു സേവനമാണ് അവർ ചെയ്യുന്നത്. നിങ്ങളെ എങ്ങനെ ആദരിക്കണമെന്ന് ഞങ്ങൾക്കറിയില്ല. ഇവിടെ എല്ലാവരും ആ കാര്യങ്ങളൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാൻ അതിലേക്ക് കടന്നു പോകുന്നില്ല. വാക്കുകൾ കൊണ്ട് അതിന് എന്തെങ്കിലും ഒരു പകരം വയ്ക്കാൻ കഴിയില്ല എന്ന് ഞങ്ങൾക്കറിയില്ല. വളരെ തുച്ഛമായ വേതനത്തിലാണ് നമ്മുടെ അംഗൻവാടി ജീവനക്കാർ ജോലി ചെയ്യുന്നത്. കോളേജ് അധ്യാപകരെക്കാൾ, സ്കൂൾ അധ്യാപകരെക്കാൾ ഏറ്റവും കൂടുതൽ സമയവും ഏറ്റവും സമർപ്പണ ബുദ്ധിയും ഏറ്റവും ത്യാഗവും നിറഞ്ഞ ഒരു സേവന പ്രവർത്തനമാണ് അംഗൻവാടിയിലെ ജീവനക്കാരുടെ പ്രവൃത്തി. നിങ്ങളുടെ ഈ സേവനത്തെ നാടിന് വേണ്ടി പ്രത്യേകമായി അഭിമാനത്തോടെ നിങ്ങൾ ഓരോരുത്തരെയും ആദരിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും നാടിൻ്റെ സ്നേഹം, ആദരം അറിയിക്കുന്നു. നിങ്ങളുടെ വിഷമതകൾ പരിഹരിക്കാൻ വേണ്ടിയും ഏറ്റവും ന്യായമായ സേവന വേതന വ്യവസ്ഥകൾ പരിഷ്കരിക്കാൻ, കാലോചിതമായി പരിഷ്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കാൻ ജനപ്രതിനിധി എന്ന നിലയിൽ പ്രത്യേകമായി ഞാൻ ശ്രദ്ധിക്കുമെന്നും അവസരങ്ങൾ ലഭിക്കുമ്പോഴൊക്കെ അതിനുവേണ്ടി ശക്തമായി വാദിക്കുമെന്നും ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. കുട്ടികൾക്ക് പഠനത്തിനും വിശ്രമത്തിനും സൗകര്യപ്രദമായി സംഭാവന ചെയ്യുന്ന അന്തരീക്ഷം ഒരുക്കുകയാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമെന്നും അദ്ദേഹം വിശദീകരിച്ചു. ചടങ്ങിൽ ശ്രീകണ്ഠപുരം നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ KV ഫിലോമിന ടീച്ചർ അധ്യക്ഷയായി, K ശിവദാസൻ, നസീമ VP, ജോസഫീന ടീച്ചർ, ചന്ദ്രാംഗതൻ മാസ്റ്റർ, വിജിൽ മോഹനൻ, നിഷിത റഹ്മാൻ, അഡ്വക്കേറ്റ് EV രാമകൃഷ്ണൻ, VC രാമചന്ദ്രൻ മാസ്റ്റർ, PT കോയ മാസ്റ്റർ, റഷീദ് മാസ്റ്റർ, TK വത്സൻ, വർഗീസ് വയലാമണ്ണിൻ, VV സേവി, ബഷീർ BP, K ഗോപി, പുഷ്പജ CV എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു.